ഹലോ, അസ്സലാമു അലൈക്കും. നിബൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീനും ഒരുങ്ങാണ്. പിന്നെ നിത്തുതാ ഒരുങ്ങിയിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നിബൂസിനെ ഒരുക്കി കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിബൂസിനെ ഇക്കാൻ്റെ കൈ കൊടുത്തു. നിബൂസും കൂടെ പുറത്ത് പോയി കേട്ടോ. അപ്പോൾ നീനും നിത്തും ഇക്കാനും നിബൂസിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, പോവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നിബൂസും വന്ന് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇക്കാൻ്റെ പെങ്ങളും അളിയനും ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാനും ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി കൊളത്തൂരിൽ കേട്ടോ നമ്മൾ പോണത്. അവിടെ ഇക്കാൻ്റെ എളാപ്പ മരിച്ചതിൻ്റെ 14 അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. നിബൂസിന് ഉറക്കം വന്നിട്ട് ഭയങ്കര കരച്ചിലുണ്ട്. രാവിലെ നേരത്തെ എണീപ്പിച്ചേനു. അപ്പോൾ ഭയങ്കര കരച്ചിലേനു. പിന്നെ കുട്ടികളെ മദ്രസക്കും സ്കൂൾക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ 8:30 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. 10 മണിക്കാണ് മൗലിദ്. അപ്പോഴത്തേനും അവിടെ എത്തണ്ട്, കുറേ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ മദ്രസക്കൊന്നും വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ച് പെട്രോൾ പമ്പ് കയറി എണ്ണയൊക്കെ അടിച്ച് കണ്ട് അങ്ങനെ പോവാൻ നിൽക്കുകയാണ്. ആദ്യമൊക്കെ എപ്പോഴും പോയിന് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാൻ്റെ എളാപ്പയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറേ ആയി പോയിട്ട്. ഇപ്പോൾ വയലിലെത്തിയപ്പോൾ നിബൂസ് ഉറങ്ങി കേട്ടോ. നേരത്തെ എണീറ്റുകൊണ്ട് അവനെ പെട്ടെന്ന് ഉറങ്ങി. പിന്നെ നിത്തുമോൾ അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പച്ചി അവരെ മുന്നിൽ പോവുക, അവരെ മുന്നിൽ വണ്ടി എടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യേണ്ട പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം കാണിക്കണം നിത്തു കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശമൊക്കെ അവിടെ എത്താനായി കേട്ടോ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. ഇത് ഇക്കാൻ്റെ അനിയനാണ്, ഇത് പെങ്ങൾ, കുട്ടികൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സ്ഥലം നമുക്ക് നടന്ന് പോയാനുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നടക്കാനുണ്ട്. ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോരാനുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ആരും വന്നിട്ടില്ല, നമ്മളാണ് ഫസ്റ്റ് വന്നത്. പിന്നെ പായസം കുടിച്ച് നിബൂസിന് ഫുഡ് കൊണ്ടുവന്നു, പഴം പുഴുങ്ങിയത്, അതൊക്കെ കൊടുത്ത് മൗലിദൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിബൂസ് കുറേ സമയം കുട്ടികളെ കൂടെ കളിച്ചൊക്കെ ഇരുന്നു കേട്ടോ. കുറുമ്പ് കാണിക്കേനു. അപ്പോൾ ഓലെല്ലാവരുടെയും കൂടെ ഇരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതാ. പിന്നെ കുറച്ച് സമയം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു കേട്ടോ. അവിടെ പുറത്തിങ്ങനെ കാറ്റുള്ളതിനൊക്കെ ഇറങ്ങി എല്ലാവരും സംസാരിച്ചിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നാത്തൂനും ഹസ്ബൻഡും അവരൊക്കെ അങ്ങനെ പോയി. പിന്നെ വയലിലെത്തിയപ്പോൾ നിബൂസ് വീണ്ടും ഉറങ്ങി കേട്ടോ. നല്ല വെയിലേനു, ക്ഷീണം കാരണം നിബൂസ് വീണ്ടും ഉറങ്ങി. പിന്നെ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ വീട്ടിലെത്തി എനിക്ക് ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് എൻ്റെ ഡ്രസ്സും സാധനങ്ങളും മുഴുവൻ എടുത്തിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. പിന്നെ നീനുവിനും നിബൂസിനൊക്കെ അനിയത്തി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ വീട്ടിൽ നിന്നിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.